ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. കഴിഞ്ഞ വർഷം ഈ ടൈമിലായിരുന്നു നമ്മുടെ RRB NTPC വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നും എങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതെന്നും കഴിഞ്ഞ പ്രാവശ്യം ഫില്ല് ചെയ്തതിനെക്കാട്ടിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എന്താണ് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് പോവുക. അതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഫുൾ ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത്. അഡീഷണൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോം ഫില്ലപ്പിലേക്ക് പോവാം. 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക്, CSEB, SSC, RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്, അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട. ജോയിൻ അവർ ഗോൾഡ് ബാച്ച് ടുഡേ. അപ്പോൾ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എംപ്ലോയ്മെന്റ് നോട്ടീസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നത് ഒക്ടോബർ 4-നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒക്ടോബർ 21-ന് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് 21 ഒക്ടോബറിനാണ്. ഇനി എൻഡ് ചെയ്യുന്നത് അടുത്ത മാസം 20-ാം തീയതി, നവംബർ 20 രാത്രി 23:59, അതായത് 11:59 ആപ്ലിക്കേഷൻ വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ സെയിം ഡേറ്റ് തന്നെ, അതായത് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് തന്നെയാണ് അത് ചെയ്യേണ്ടത്. നെക്സ്റ്റിന് മോഡിഫിക്കേഷൻ വിൻഡോ നമുക്ക് ഓപ്പൺ ആവാറുണ്ട്, അതായത് കറക്ഷൻ വിൻഡോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ കറക്ഷൻ വിൻഡോയ്ക്കകത്ത് നിങ്ങൾ കയറി, അതായത് ആ ഡേറ്റിൽ 23 നവംബർ 23 തൊട്ട് ഡിസംബർ 2 വരെയാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുക. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നമ്മുടെ ലോഗിൻ ചെയ്തിട്ട് എന്ത് തെറ്റാണ് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. അതിൽ 2 കാര്യങ്ങൾ മാത്രം മാറ്റാൻ പറ്റില്ല. ഒന്ന്, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്ത സമയത്ത് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല. അതുപോലെ ചൂസൻ RRB മാറ്റാൻ പറ്റില്ല. ഇനി നിങ്ങൾ വൺസ് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പം മാറ്റണം. അതായത് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷന് വേണ്ടി മാറ്റാൻ പറ്റില്ല, അതായത് മോഡിഫിക്കേഷൻ ത്രൂ മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ടിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് ആപ്ലിക്കേഷനിൽ പോയിട്ട് നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാം. അല്ലാതെ നമുക്ക് മോഡിഫിക്കേഷനിൽ ഈ പറയുന്ന ക്രിയേറ്റ് ആൻ അക്കൗണ്ട് വരുന്ന തെറ്റുകൾ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് വൺ സബ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ സബ്മിറ്റഡ് തന്നെയാണ്. പിന്നെ ചൂസൻ RRB, നിങ്ങൾ ഏത് RRB ആണ് ചൂസ് ചെയ്തത് അതും മാറ്റാൻ പറ്റത്തില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്രൈബ് ഓപ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് സ്ക്രൈബ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഡേറ്റ് ഉണ്ട്. 12/3, അതായത് ഡിസംബർ 3 തൊട്ട് ഡിസംബർ 7 വരെയാണ് സ്ക്രൈബ് ഡീറ്റെയിൽസ് കൊടുക്കാറുള്ളത്. അതായത് അവരുടെ ഫോട്ടോ ആയിരുന്നാലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതായത് അവരുടെ സ്ക്രൈബുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് വേണം ആപ്ലിക്കേഷൻ പോർട്ടലിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ടും അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവാം. നമ്മുടെ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പം നിങ്ങൾക്ക് www.trivandrum.rrb.trivandrum.government.in വെബ്സൈറ്റിലേക്ക് പോവാം. അതല്ലാതെ തന്നെ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയാലും നമുക്ക് ഈ പറയുന്ന പേജിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതിൽ അപ്ലൈ ഓൺലൈൻ കൊടുക്കുക, ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഈ പറയുന്ന പേജിലേക്ക് എത്താൻ സാധിക്കും. ഇതിൽ ഏറ്റവും മേളിൽ ഇവിടെ ലോഗിൻ ഉണ്ട്, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഉണ്ട്, സ്ക്രൈബ് രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് അക്കൗണ്ട്. അപ്പം പുതുതായിട്ടാണ് അപ്ലൈ ചെയ്യുന്നൊരു കുട്ടി ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് ആൻ അക്കൗണ്ടാണ്. ഇനി നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതായത് ഇപ്പോൾ ടെക്നീഷ്യനും ALP ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ NTPC ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ടാണ് ഞാൻ ആദ്യം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയുടെ കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തു. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന പേജാണിത്. ഇതിനകത്ത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം. അതായത് നാഷണാലിറ്റി ഏതാണ് നമ്മുടെ കൺട്രി എന്നുള്ളത് ഫില്ല് ചെയ്യുക,
ഫുൾ നെയിം കൊടുക്കണം. നമ്മുടെ 10ലെ സർട്ടിഫിക്കറ്റിനകത്ത് എന്താണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കൊടുക്കുക. നമ്മുടെ നെയിം എങ്ങാനും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, നോ ആണെങ്കിൽ നോ കൊടുക്കുക. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ജെൻഡർ നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ നമ്മുടെ ഫുൾ നെയിം ഒന്നുകൂടെ റീടൈപ്പ് ചെയ്യുക, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടെ റീടൈപ്പ് ചെയ്യുക, അതുപോലെ ജെൻഡർ ഒന്നുകൂടെ റീസെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇതിൽ ആദ്യം കൊടുക്കേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെ പേരാണ്. നമ്മുടെ 10ലെ സർട്ടിഫിക്കറ്റിൽ എന്താണോ അതുപോലെ അത് തന്നെ റീടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് അമ്മയുടെ പേരാണ്, അത് നമ്മൾ അതുപോലെ തന്നെ റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇനി കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ കോൺടാക്ട് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം, മൊബൈൽ നമ്പറും കൊടുക്കണം. ഇത് രണ്ടും വാലിഡ് ആയിട്ടുള്ളത് വേണം വരാൻ. കാരണം ഇവിടെ ഒരു OTP ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിലുള്ള ഇമെയിലും അതുപോലെ മൊബൈൽ നമ്പറും വേണം നിങ്ങളിവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇമെയിൽ കൊടുത്തതിന് ശേഷം ജനറേറ്റ് ഇമെയിൽ OTPയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെയിൽ ID-ക്കകത്ത് എന്ത് വരും, ഒരു OTP വരും. ആ OTP നിങ്ങൾക്ക് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം മൊബൈൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ ഇവിടെ ജനറേറ്റ് മൊബൈൽ OTPയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിലും ഒരു OTP വരും. ആ ഒരു OTP നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നിങ്ങളുടെ വെരിഫിക്കേഷൻ ത്രൂ, കണ്ടോ, വെരിഫിക്കേഷൻ ത്രൂ ആധാർ കാർഡുണ്ട്. ആധാർ കാർഡ് ഉള്ളവർ, ഇപ്പോൾ എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ആധാർ കാർഡ് ത്രൂ നിങ്ങൾ വെരിഫൈ ചെയ്തേക്കുക. വൺസ് നമ്മുടെ പാസ്വേഡോ അല്ലെങ്കിൽ എന്താണ് യൂസർ നെയിമൊക്കെ നമ്മൾ മറന്നു പോയാലും ഈ വെരിഫിക്കേഷൻ, ആധാർ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആധാർ ത്രൂ നമുക്ക് നമ്മുടെ അക്കൗണ്ട് വീണ്ടും നമുക്ക് എടുക്കാൻ പറ്റും. അത് ഒരു ഉപയോഗമാണ്. അപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ ആധാർ കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മാത്രമേ ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. പിന്നെ ആധാർ വെരിഫിക്കേഷൻ അവർ പറയുന്നുണ്ട്, നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ വെരിഫിക്കേഷൻ ത്രൂ ഡിജി ലോക്കർ വഴി വെരിഫിക്കേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിലേതാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യുക. പക്ഷേ ആധാർ കാർഡ് വെരിഫിക്കേഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എന്താണ് എളുപ്പമായിട്ടുള്ളതും നമ്മുടെ ലോഗിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനൊക്കെ എളുപ്പം അത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ ത്രൂ ആധാർ കാർഡ് കൊടുക്കാം. ആധാർ കാർഡ് കൊടുത്ത് നമ്മൾ വെരിഫൈ ചെയ്യാം. 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക് CSEB SSC RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്, അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട. ജോയിൻ അവർ ഗോൾഡ് ബാച്ച് ടുഡേ. അതിൽ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനും, അപ്പോൾ ആധാർ വെരിഫിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആധാർ കാർഡ് നമ്പറൊക്കെ ചോദിക്കും, അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, സ്പെഷ്യൽ ക്യാര വേണം, നമ്പേഴ്സ് വേണം. ഇത്രയും വെച്ചിട്ട് ഒരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അത് കൺഫേം ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാപ്ച ഇവിടെ വരും. അതായത് ഐ ആം നോട്ട് എ റോബോട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ പ്രിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം നമ്മൾ കൊടുത്തേക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. എന്നിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്ത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആകും. അപ്പോൾ നമുക്ക് അവിടെ പാസ്വേഡും യൂസർ നെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അത് വൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ RRB അക്കൗണ്ടിലേക്ക് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ കണ്ടോ ലോഗിൻ വിത്ത് ആധാർ ഉണ്ട്, ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ ഉണ്ട്. ഇനി വൺസ് നമുക്കത് അറിയില്ല, ചിലപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ക്രിയേറ്റ് ചെയ്തവർക്ക് ചിലപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ വെരിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോഗിൻ വിത്ത് ആധാർ കൊടുത്ത് നിങ്ങൾക്ക് കയറാവുന്നതാണ്. അല്ല, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്ത് നമ്മുടെ പേജിലേക്ക് പോവാം. അതായത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇതാണ്, മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ ഏതാണ് നമ്മൾ കൊടുത്തത് അതും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുക്കുക, ഐ ആം നോട്ട് എ റോബോട്ട് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ഓക്കെ, ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്ന പേജ് ഇതാണ്. ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ എന്താണ്, നമ്മുടെ സെൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിച്ചിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ 13 റീജിയണൽ ലാംഗ്വേജസിൽ നമുക്കിപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഹിന്ദി, ഇംഗ്ലീഷ് അതിനൊപ്പം തന്നെ ഉണ്ടാവും. അതല്ലാതെ 13 ലാംഗ്വേജസിൽ മലയാളവും ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് വരുന്നതാണ് ഇത്. അതായത് നമ്മുടെ നോൺ ടെക്നിക്കൽ പോസ്റ്റിൽ നമ്മൾ ഏത് RRB ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിസ്റ്റ് ഓഫ് RRBs. അതായത് അഹമ്മദാബാദ്, അജ്മർ, പ്രയാഗ്രാജ്,
അതുപോലെ ബാംഗ്ലൂരു, ഭോപ്പാൽ, ഭുവനേശ്വർ, ബിലാസ്പൂർ, ചണ്ഡീഗഡ്, ചെന്നൈ, ഗോരഖ്പൂർ, ഗുവാഹട്ടി, ജമ്മു, ശ്രീനഗർ, കൊൽക്കത്ത, മാൽഡ, മുംബൈ, മുസാഫർപൂർ, നെക്സ്റ്റ് പാട്ന, റാഞ്ചി, സിക്കന്ദരാബാദ്, സിലിഗുരി, തിരുവനന്തപുരം. അപ്പോൾ ഇത്രയും RRBs നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ ഈ RRBയിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല, നിങ്ങൾക്ക് അതേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പിന്നെ മേലോട്ട്, അതായത് നോർത്ത് ഈസ്റ്റേൺ അല്ലെങ്കിൽ നോർത്തേൺ സ്റ്റേറ്റിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയാണ് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് സദേൺ പാർട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈയിൽ കൊടുക്കാൻ പറ്റും, തിരുവനന്തപുരം കൊടുക്കാം, പിന്നെ നമുക്ക് സിക്കന്ദരാബാദ് കൊടുക്കാം, ബംഗളൂരു കൊടുക്കാം. ഇതിലൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം തന്നെയാണ് മതി എന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തും കൊടുക്കാം. ഇനി വേക്കൻസി അനുസരിച്ചിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ RRB ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള RRB നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ അത് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ചെന്നൈ ആണോ തിരുവനന്തപുരമാണോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ വരും, ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം ഐ ആം നോട്ട് കറൻ്റ്ലി ഡീബാർഡ് ബൈ എനി RRB ഓർ RRC അത് ക്ലിക്ക് ചെയ്യണം. ഐ ഹിയർ ബൈ കൺഫേം ദാറ്റ് ഐ ഹാവ് കെയർഫുള്ളി റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ സെൻ, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റിലേക്ക് പോകുമ്പോൾ വരുന്ന പേജാണ് ഇത്. ഇതിൽ നമ്മൾ ആദ്യം നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ സംഭവങ്ങളെല്ലാം ഇവിടെ വിസിബിൾ ആവും. അതായത് ഇപ്പം കൺട്രി, നാഷണാലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫുൾ നെയിം, ജെൻഡർ, അതുപോലെ ഫാദേഴ്സ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, ഏജ്, മദേഴ്സ് നെയിം, മൊബൈൽ നമ്പർ, ഇത്രയും നമ്മൾ നേരത്തെ തന്നെ ഫില്ല് ചെയ്തതാണ്. അത് അവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്. മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മാരിഡ് ആണോ, അൺമാരിഡ് ആണോ, വിഡോ ബട്ട് നോട്ട് റീമാരിഡ്, ജുഡീഷ്യലി സെപ്പറേറ്റഡ് ബട്ട് നോട്ട് റീമാരിഡ്, ഇതൊക്കെയാണ് നമുക്കവിടെ മാരിറ്റൽ സ്റ്റാറ്റസിനകത്ത് വരുന്നത്. അത് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. നെക്സ്റ്റ് റിലീജിയൻ ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ മദർ ടങ്ക് കൊടുക്കുക. ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഫോർ എക്സാമിനേഷൻ കൊടുക്കുക. ഇപ്പോൾ മലയാളമാണ് നമ്മൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ പെർമനൻറ്റ് വിസിബിൾ മാർക്ക് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ 2 കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് മാൻഡേറ്ററി ആണ്. നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിനകത്ത് അതിനകത്ത് കാണും. അതല്ല നിങ്ങൾക്കിപ്പോൾ CBSE പഠിച്ച കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഭവം നമുക്കവിടെ കാണാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് എവിടെയാണോ പെർമനൻ്റ് ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഉള്ളത് അത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും വളരെ മസ്റ്റായിട്ട് തന്നെ കൊടുക്കണം എന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ആണ്. കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസിൽ ഇവിടെ ഞാൻ എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെ കാര്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്നത് SC ആണ്. ഓക്കെ, SC കമ്മ്യൂണിറ്റി ഞാനിവിടെ കൊടുത്തപ്പോൾ എനിക്കവിടെ വേണ്ടത് നെയിം ഓഫ് ദ കാസ്റ്റ് അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഇഷ്യൂയിങ് അതോറിറ്റി ഏതാണെന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഡു യു വിഷ് ടു അവൈൽ ഫ്രീ റെയിൽ പാസ് ട്രാവൽ പാസ് ഫോർ ദ എക്സാമിനേഷൻ, ഇതും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് വ്യക്തമാണ്, നമ്മൾ നേരത്തെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് SC സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്പറും ഇഷ്യൂയിങ് അതോറിറ്റിയൊക്കെ കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നിങ്ങൾ ഏതെങ്കിലും ഏജ് റിലാക്സേഷൻ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാത് കമ്മ്യൂണിറ്റിയുടെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിച്ച് വെച്ചേക്കുക. അതിനുശേഷം മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി നെക്സ്റ്റ് ST കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും നമുക്ക് നെയിം കൊടുക്കേണ്ടതായിട്ടുണ്ട്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ, ഇഷ്യൂയിങ് അതോറിറ്റി, അതുപോലെ ഡേറ്റ് ഓഫ് ഇഷ്യൂ, അതുപോലെ ഫ്രീ റെയിൽ ട്രാവൽ പാസ്, അതായത് എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫ്രീ കൺസെഷൻ വേണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്, അതും അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ EWS ആണ്, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ്. അതിനും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ വേണം, ഇഷ്യൂയിങ് അതോറിറ്റി വേണം, സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ വേണം. അപ്പോൾ അത് നമുക്ക് EWSനും നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കണം. ഇനി വരുന്നതാണ് OBC സർട്ടിഫിക്കറ്റിൽ. അതിൽ നിങ്ങൾക്ക് ക്രീമി ലെയർ, OBCയുടെ ക്രീമി ലെയർ ആണെങ്കിൽ നിങ്ങൾ UR കാറ്റഗറിയിൽ അണ്ടറിലാണ് പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണ്ട, OBC ക്രീമി ലെയറിൽ പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി UR എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്താൽ മതി. ഇനി OBC നോൺ ക്രീമി ലെയറിന് മാത്രമാണ് ഇവിടെ കൊടുക്കാൻ പറ്റുക. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കാം, ഇവിടെ ക്രീമി ആണോ നോൺ ക്രീമി ആണോ എന്ന് കൊടുക്കുക. അപ്പോൾ ക്രീമി ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി URലോട്ട് പോകും. നോൺ ക്രീമി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പറും ഇഷ്യൂയിങ് ഡേറ്റും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്തും ഇതുപോലെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സ് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും കൊടുക്കുക. പ്രസൻറ്റ് അഡ്രസ്സ് സ്റ്റേറ്റ് UT, അതുപോലെ ഡിസ്ട്രിക്റ്റ് അഡ്രസ്സ്,
പ്രസന്റ് നിയറസ്റ്റ് സിറ്റി ഓർ മേജർ ടൗൺ, പിൻകോഡ് ഇത്രയും കൊടുക്കുക. ഇനി ഇത് തന്നെയാണ് നമ്മുടെ പെർമനന്റ് അഡ്രസ് എങ്കിൽ ഇവിടെ ടിക്ക് കൊടുത്താൽ മതി. ഇതെല്ലാം ഇപ്പുറത്ത് തന്നെ അത് കാണിച്ചോളും. ഇനി അല്ല പെർമനന്റ് അഡ്രസ് വേറെ ആണെങ്കിൽ അത് നമ്മൾ ഇപ്പുറത്തോട്ട് ഏതാന്ന് വെച്ചാൽ നമുക്കത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റും കൊടുത്തതിന് ശേഷം അടുത്തതിലേക്ക് പോകുന്നതാണ് കാറ്റഗറി ഡീറ്റെയിൽസ്. അതിൽ എക്സ് സർവീസ്മെൻ്റെ ഇതുണ്ട്, ആർ എക്സ് സർവീസ്മെൻ എന്നുണ്ട്. അതിവിടെ നോ കൊടുത്ത് ഇപ്പം എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് സർവീസ്മെൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾ എസ് ആണ് കൊടുത്തതെന്ന് വിചാരിച്ചോളൂ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എക്സ് സർവീസ്മെനിൽ ഇത്രയും കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഡേറ്റ് ഓഫ് എൻട്രി കൊടുക്കണം, ഡിഫൻസ് സർവീസ് ഏതാന്ന് കൊടുക്കണം, ആർ യു സ്റ്റിൽ ഇൻ ഡിഫൻസ് സർവീസ് കൊടുക്കണം, റാങ്ക് കൊടുക്കണം, ലെങ്ത് ഓഫ് സർവീസ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ എക്സ് സർവീസ്മെന് ഫില്ല് ചെയ്യാനുണ്ട്. നോ ആണെങ്കിൽ അത് കൊടുക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ഇനി പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നോ ആണെങ്കിൽ പിന്നെ നമുക്ക് താഴോട്ട് പോയാൽ മതി. എസ് ആണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്നതാണ്. പേഴ്സണേജ് ഡിസബിലിറ്റി കൊടുക്കണം, UDID നമ്പർ കൊടുക്കുക, ഡിസബിലിറ്റി കാറ്റഗറി, അതുപോലെ PWBD സർട്ടിഫിക്കറ്റ് നമ്പർ, സബ് ഡിസബിലിറ്റി കാറ്റഗറി, നെക്സ്റ്റ് PWBD സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഡേറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ PWBD ഡീറ്റെയിൽസും കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി സ്ക്രൈബ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈസിയർ റൈറ്റിംഗ് എബിലിറ്റി എഫക്റ്റഡ് ഇൻ ടേംസ് ഓഫ് പാര. അതായത് നമ്മൾ സ്ക്രൈബ് ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾ സ്ക്രൈബ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. ഇനി അതിൻ്റെ കുറച്ചും കൂടി സ്ക്രൈബുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ഡിസംബർ 3 ആ ഒരു വിൻഡോ സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് സ്ക്രൈബിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടും അവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ സ്ക്രൈബ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അവിടെ ചോദിക്കുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ പോവുക നമ്മുടെ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ്. EBC ആണ്. ഈ EBC എന്ന് പറയുന്നത് എന്താണ്? EBC എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് കാൻഡിഡേറ്റ്സ് ആർ ദോസ് ഹു ആനുവൽ ഇൻകം ഈസ് ലെസ് ദാൻ 50,000 ആയിരിക്കും, ഓർ BPL കാർഡ് ഹോൾഡേഴ്സ് ആയിരിക്കും. അതായത് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാമിൽ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് ഈ പറയുന്ന EBC കാറ്റഗറി പെടുന്നത്. ഈ EBC EWS തമ്മിൽ വ്യത്യാസം എന്താണ്? ഇത് രണ്ട് ഡിസ്റ്റിൻറ്റ് കാറ്റഗറീസ് ആണ്. EBC ഒരിക്കലും OBC ആയിട്ട് നിങ്ങൾ ചെയ്യരുത്. OBC വേറെയാണ്, EBC വേറെയാണ്. ഇതിൽ EBC എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫീ കൺസെഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. EBC കാൻഡിഡേറ്റ് ഷുഡ് അവെയർ ദാറ്റ് ദേ വെർ എൻറ്റൈറ്റിൽഡ് ഓൺലി ഫോർ ഫീ കൺസെഷൻ, നോട്ട് ഫോർ ജോബ് റിസർവേഷൻ. നിങ്ങൾക്ക് ജോബ് റിസർവേഷൻ ഉണ്ടായിരിക്കില്ല, ഫീ കൺസെഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി EWS എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ OBC നോൺ ക്രീമി ലെയർ എന്ന് പറയുമ്പോൾ അവിടെ ജോബ് റിസർവേഷൻ ആണ്. അതുപോലെ ഫീ കൺസെഷൻ നമ്മുടെ EWSന് വരില്ല, പക്ഷേ OBC നോൺ ക്രീമി ലെയറിന് നമുക്ക് ഫീ കൺസെഷൻ വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന EBC ആൻഡ് EWS അതുപോലെ OBC തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വാലിഡ് ആയിട്ടുള്ള EBC സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സിനെ അവിടെ റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ EBC ഡീറ്റെയിൽസ് കൊടുക്കാമെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കണം, ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് കൊടുക്കണം, ഡേറ്റ് ഓഫ് ഇഷ്യൂ കൊടുക്കണം, ഇഷ്യൂയിങ് അതോറിറ്റി കൊടുക്കണം. ഇതൊക്കെ നമ്മളവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ EBC സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ഇനി ഡീറ്റെയിൽസ് ഓഫ് സെർവിങ് റെയിൽവേ ആപ്ലിക്കൻ്റ് ആണ്. ഇപ്പോൾ റെയിൽവേ ആപ്ലിക്കൻ്റ് യെസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം നോ ആണെങ്കിൽ നമുക്കതൊന്ന് ഫില്ല് ചെയ്യേണ്ട. യെസ് ആണെന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് വർക്കിംഗ്, ഹാവ് യു അപ്ലൈഡ് ഫോർ NOC ഫ്രം കൺട്രോളിംഗ് ഓഫീസർ, സോൺ PU യൂണിറ്റ്, സെലക്ട് കാറ്റഗറി, ഇത്രയും കൊടുക്കണം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെച്ചാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. അതായത് നമുക്ക് എക്സാം ഫീസ് ഉണ്ടല്ലോ. അപ്പോൾ എക്സാം ഫീ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഒരു കുട്ടിക്ക് ആ ഫീസ് റീഫണ്ട് ചെയ്യും. ആ റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ട് നെയിമും അക്കൗണ്ട് നമ്പറും ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഹോൾഡർ നെയിമുണ്ട്, IFSC കോഡ് കൊടുക്കണം, അതുപോലെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക, ബാങ്ക് നെയിം കൊടുക്കുക, അതുപോലെ അക്കൗണ്ട് നമ്പർ ഒന്നുകൂടെ കൺഫേം ചെയ്യുക, റീഫണ്ട് ബാങ്ക് അഡ്രസ്സ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ അത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലായിരിക്കും റീഫണ്ട് ആവുക. ഓക്കെ, ഇത് കഴിഞ്ഞ് സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് പോവാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, EBCനെ പറ്റി പറഞ്ഞതാണ്. നേരെ പോകുന്നത് എവിടെയാണ്? നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിലോട്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ മെട്രിക്കുലേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ.
മെട്രിക്കുലേഷൻ കൊടുക്കണം. മെട്രിക്കുലേഷനിൽ നിങ്ങളുടെ സ്കൂള് ഏത് യൂണിവേഴ്സിറ്റിയാണ്, അതുപോലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതുപോലെ ഡേറ്റ് ഓഫ് പാസിങ്, അതുപോലെ സർട്ടിഫിക്കറ്റ് നമ്പർ, നമ്മളെ സർട്ടിഫിക്കറ്റ് നമ്പർ, കാര്യങ്ങളൊക്കെ റോൾ നമ്പർ, ഇതൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് ഗ്രാജുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ഗ്രാജുവേഷൻ ഡീറ്റെയിൽസ് കൂടെ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗ്രാജുവേഷനിൽ ക്വാളിഫിക്കേഷൻ, ഡിസിപ്ലിൻ, സബ്ജക്റ്റ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, നെയിം ഓഫ് കോളേജ്, ഡേറ്റ് ഓഫ് പാസിങ്, ഡു യു ഹാവ് ടൈപ്പിംഗ് പ്രൊഫഷൻസ് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓൺ കമ്പ്യൂട്ടർ, അത് എസ് തന്നെ കൊടുക്കുക കേട്ടോ. കൊടുത്തിട്ട് ആഡ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് കൊടുക്കാൻ. ആഡ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ നമ്മുടെ ഫോട്ടോ ക്യാപ്ചറിങ് ആണ്. ഇതിലൊരിക്കലും നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ അല്ല നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ അപ്പോൾ തന്നെ ലൈവ് ക്യാപ്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലാപ്പിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലാപ്പിൽ നിങ്ങൾ കറക്റ്റായിട്ട് ക്യാമറ ഓൺ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപ്ചർ ലൈവ് ഇമേജ് ആണ്. ഈ ഒരു ഇതിൽ ഈ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയൊരു ബോക്സ് പോലെ വരും. അപ്പോൾ അതിലും ഒരു ക്യാമറ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിന് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഇവിടെ പറയുന്നുണ്ട് ഡ്രസ്സ് എന്ന് പറയാൻ നോൺ വൈറ്റ് ക്ലോത്തിങ് ആയിരിക്കണം, ഒരിക്കലും വൈറ്റ് ക്ലോത്തിങ് ഇടരുത് ഡ്രസ്സ്. ഓക്കെ, ഡാർക്ക് കളേഴ്സൊക്കെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഗുഡ് ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ക്ലട്ടേർഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും വൈറ്റ് കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമ്മുടെ ഐ ലെവലിലായിരിക്കണം ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയുടെ ആ ഒരു പൊസിഷൻ വെക്കേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ലുക്ക് ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ ഫേസ് ക്ലിയർലി വിസിബിൾ ആവണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഫേസ് ഒരിക്കലും ഒരുപാട് ദൂരെയും ഒരുപാട് അടുപ്പിച്ച് വെക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്യാപ്പ്, മാസ്ക്, ഗ്ലാസ്സസ് അതൊന്നും നമ്മൾ വയ്ക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം നമ്മൾ ലൈവ് ക്യാപ്ചറിങ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ലാപ്പിൽ നോക്കുക, അതിലൊരു ബോക്സ് വരും, കറക്റ്റ് നമ്മുടെ ഫേസ് കറക്റ്റായിട്ട് വെക്കാനുള്ളൊരു ഇത് വരും. അതിനകത്ത് നമ്മൾ കറക്റ്റ് നമ്മൾ ഫേസ് ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ആയിക്കോളും. എന്നിട്ട് ഇവിടെ അപ്ലോഡ് ആയിക്കോളും. ഇനി അതല്ല നിങ്ങൾ മൊബൈൽ ത്രൂ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു QR കോഡ് വരും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു QR കോഡ് കിട്ടും. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് മൊബൈൽ ത്രൂ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഫോട്ടോ ഇതുപോലെ ലൈവ് ക്യാപ്ചർ ചെയ്ത് ലൈവ് ഫോട്ടോഗ്രാഫ് കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ സിഗ്നേച്ചറിലോട്ടാണ്. സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്ക് പേന വെച്ചിട്ട് വേണം ഇടാൻ. അതൊരു വൈറ്റ് പേപ്പറിലായിരിക്കണം. 50 mm × 20 mm സൈസാണ്. അതുപോലെ ബ്ലോക്ക് ലെറ്റേഴ്സ് വരാൻ പാടില്ല. JPG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ 140 × 60 പിക്സലും 30 KB to 49 KB ആണ് അവിടെ സൈസ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് റീസൈസ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്താൽ മതി. എന്നിട്ട് അപ്ലോഡ് ആയതിനു ശേഷം നമുക്കിതാ ഈ പറയുന്ന ചെക്ക് ബോക്സും കൂടെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ വരുന്ന പേജാണ് 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക് CSEB SSC RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്, അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട. ജോയിൻ അവർ ഗോൾഡ് ബാച്ച് ടുഡേ. ഈ പേജാണ് നെക്സ്റ്റ് വരുന്നത്. അതായത് നമ്മുടെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട പേജാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നുള്ളത് നോക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ A2 ഉണ്ട്, B2 ഉണ്ട്, C2 ഉണ്ട്. A2 എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് വിഷൻ ഉണ്ടായിരിക്കണം. ഗ്ലാസസ് യൂസ് ചെയ്യാൻ പാടില്ല. 6/9 6/9 രണ്ട് കണ്ണിലും 6/9 വിഷൻ ഉണ്ടായിരിക്കണം. അതായത് സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ട്രാഫിക് അസിസ്റ്റൻറ്റ്, ഇതൊക്കെയാണ് നമുക്ക് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ അണ്ടറിൽ വരുന്നത്. അപ്പോൾ പെർഫെക്റ്റ് വിഷൻ ഉള്ളവർ മാത്രം SM-ഉം GTM-ഉം ട്രാഫിക് അസിസ്റ്റൻറ്റും കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കന്നഡ വെച്ചിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉള്ള ഒരാളാണ്, പക്ഷെ കന്നഡ വച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അത് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വൺസ് നമ്മളെ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് ഈ പറയുന്ന കാര്യങ്ങളിൽ. വൺസ് അത് നമുക്ക് പറയുന്ന ഐ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് മാറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ ഇപ്പം ഐ എറർ ഉള്ളവർ
ഈ പറഞ്ഞത് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് B2 ആൻഡ് C2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്ന കൊടുക്കാൻ പറ്റും. അത് നമുക്ക് CCCTS ഉണ്ട്, അതായത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ. അതുപോലെ തന്നെ നമ്മുടെ ക്ലർക്കിന് 2 ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാനിവിടെ RRB ചെന്നൈ ചൂസ് ചെയ്തത് കൊണ്ടാണ് ഇത്രയും പ്രിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇതിനകത്ത് CCCTS ഇല്ല, ബാക്കിയെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. CCCTS അത് മാത്രം, ആ പോസ്റ്റ് മാത്രം RRB ചെന്നൈയിലില്ല. ട്രിവാൻഡ്രം ചൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പോസ്റ്റും കൂടെ അതിനകത്ത് വരും. ഓക്കെ, ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുഴപ്പമില്ല. ഇപ്പം വിത്ത് ഓർ വിത്തൗട്ട് ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ട്രെയിൻ മാനേജറും പിന്നെ ട്രാഫിക് അസിസ്റ്റൻറ്റ് നമുക്ക് ഓൾമോസ്റ്റ് സദേൺ മോസ്റ്റിൽ വരാൻ ആ ഒരു പോസ്റ്റ് വരാൻ ചാൻസ് കുറവാണ്. ഈ ഒരു പോസ്റ്റിന് മാത്രമാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ പക്കയായിട്ട് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പോൾ കണ്ണ് ഓക്കെയാണ്, പെർഫെക്റ്റ് വിഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്ററും ഗുഡ്സ് ട്രെയിൻ മാനേജറും ആദ്യം കൊടുത്തിട്ട് ബാക്കിയുള്ളത് പിന്നെ കൊടുക്കാം. ഇനി കണ്ണ് പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പറയുന്ന എല്ലാം കൊടുക്കുക, CCTS ഉൾപ്പെടെ ഉള്ള ഏത് RRB സോണാണോ അതിലുള്ളത്. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷൻ മാസ്റ്റർ ആൻഡ് ഗുഡ്സ് ട്രെയിൻ മാനേജർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കൊടുക്കാം. അത് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് കൊടുക്കാം, കുഴപ്പമില്ല, ലാസ്റ്റ് വെച്ചാൽ മതി, വച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രിഫറൻസ് കാര്യങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് ബോക്സ് ഉണ്ട്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഡിക്ലറേഷനിൽ ഇത് ഓൾറെഡി ഡിക്ലെയർഡ് ആണ്, ഇത് രണ്ടും കൂടെ ഡിക്ലെയർഡ് കൊടുത്തേക്കുക. നമ്മുടെ പ്ലേസ് എൻ്റർ ചെയ്യുക, പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. നമ്മൾ കൊടുത്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്കത് കാണാൻ പറ്റും. കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക, ഓരോന്നായിട്ട് ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ അതിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ സബ്മിറ്റ് ചെയ്ത് നേരെ നമ്മുടെ പ്രിന്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മുടെ മെയിലിലോട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടേക്കാം. 100ഓളം ബാച്ചുകളിലായി 3000-ൽ പരം വിജയികൾ. ഇത് എൻട്രിയുടെ ഏറ്റവും പുതിയ ചരിത്രപരമായ നേട്ടം. അതെ, ബാങ്ക് CSEB SSC RRB പരീക്ഷകളിൽ എൻട്രിയിലൂടെ വിജയം കൈവരിച്ചവരുടെ എണ്ണം ഇതാ ഇപ്പോൾ 3000 കടന്നിരിക്കുന്നു. ഈ വിജയാഘോഷത്തിൽ ഇനി നിങ്ങൾക്കും ഭാഗമാകാം. ഈ മാസം ഞങ്ങളുടെ പ്രീമിയം ഗോൾഡ് ബാച്ചിൽ ചേരുന്നവരെ കാത്തിരിക്കുന്നു ഫീസ് ഇനത്തിൽ 30% വരെ ഡിസ്കൗണ്ട്, അതായത് ഏകദേശം 6000 രൂപയുടെ കുറവ്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കണ്ട. ജോയിൻ അവർ ഗോൾഡ് ബാച്ച് ടുഡേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോം ഫില്ലപ്പിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടും വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആപ്ലിക്കേഷനിലേക്ക് പോവുക. ഒരു തെറ്റ് പോലും വരുത്തരുത്. ഇനി അബദ്ധവശാൽ എന്തെങ്കിലും നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ആ തെറ്റ് നിങ്ങൾക്ക് കണ്ടത് എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. നമുക്ക് 23-ാം തീയതി, അടുത്ത മാസം 23-ാം തീയതി നമ്മുടെ ഈ പറയുന്ന കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും. ആ സമയം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. കറക്ഷൻ വിൻഡോ ഓരോ കറക്ഷനും 250, അതായത് ഒരു പ്രാവശ്യം കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്തു, നിങ്ങൾ തെറ്റെല്ലാം തിരുത്തി, അപ്പോൾ നിങ്ങൾ 250 പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. വീണ്ടും നിങ്ങൾ നോക്കിയപ്പോൾ തെറ്റുണ്ട്, വീണ്ടും നിങ്ങൾ കറക്ഷൻ വിൻഡോയ്ക്കകത്ത് കയറണമെങ്കിൽ വീണ്ടും നമ്മൾ ആ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുമ്പോഴേ വളരെ വ്യക്തമായിട്ട് തന്നെ ചെയ്യാം. എന്തെങ്കിലും സാഹചര്യവശാൽ അത് കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എമൗണ്ട് അടച്ച് കറക്ഷൻ വിൻഡോത്ത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൽ ബേസിക് ഡീറ്റെയിൽസും അതുപോലെ ചോസൻ RRBയും ചെയ്യാൻ പറ്റില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ കൊടുത്തത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്ഷൻ വിൻഡോ ത്രൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ RRB NTPC പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. കഴിഞ്ഞ വർഷം ഈ ടൈമിലായിരുന്നു നമ്മൾ RRB NTPC വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നേരെ ജൂണിൽ തന്നെ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചാൽ കറക്റ്റ് ഒരു പക്കാ പ്ലാനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത RRB NTPC നമുക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ RRB NTPCയുടെ സൂപ്പർ 30 ഗോൾഡൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബാച്ച് എന്ന് പറയുന്നത് ബോത്ത് ഇംഗ്ലീഷ് ബാച്ചും ഉണ്ട്, മലയാളം ബാച്ചും ഉണ്ട്. അപ്പോൾ ഇത് സൂപ്പർ 30 ബാച്ച് എന്ന് പറയുമ്പോൾ പ്രത്യേകത 30 സ്റ്റുഡൻസ് ആയിരിക്കും ഒരു മെൻറ്ററിൻ്റെ അണ്ടറിൽ വരിക. അപ്പോൾ അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ അതായത് ഓരോ കുട്ടികളെയും പ്രത്യേകം അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്താണ് വീക്ക് ഏരിയാസ് വന്നിട്ടുള്ളത് അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് നമ്മുടെ ബാച്ചസ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു
പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്തപ്പോൾ നമുക്ക് ഒത്തിരി എന്താണ് റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ 2019 ആണ് ലാസ്റ്റ്, അതായത് കഴിഞ്ഞതിന് മുന്നേ വിളിച്ചത് 2019 അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചത് 2024. അപ്പോൾ അത്രയും ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും നമുക്ക് RRB NTPCക്ക് ഇപ്പോൾ കഴിഞ്ഞ RRB NTPCയുടെ റിസൾട്ടിൽ, ഗ്രാജുവേറ്റ് റിസൾട്ടിൽ 14+ സ്റ്റുഡൻസ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ത്രൂ ഈ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്തതിൻ്റെ ഇതാണ് നമുക്ക് ആ ഒരു റിസൾട്ടും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് പ്ലസ് റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും. ഇതെല്ലാം വീക്ക് ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമുക്ക് പറയുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ കംപ്ലീറ്റ് സിലബസ് കവറിംഗ് ആണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. 3 വോളിയൂംസ് ഓഫ് ഇ ബുക്ക് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് അയച്ചു തരും. ഇ ബുക്കും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ അൺലിമിറ്റഡ് മോക്ക് എക്സാംസ്, അൺലിമിറ്റഡ് PYQ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ടോപ്പിക് ഡിസ്കഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, ഡെയിലി ക്വിസസ്, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത്, അതായത് ഇതെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു സൂപ്പർ 30 ബാച്ച്. അപ്പം ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി നടത്താം. ബാച്ചിനെ പറ്റിയിട്ടും അതുപോലെ എക്സാമിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിച്ച് എൻക്വയറി നടത്താവുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ ചാനൽ, അതായത് നമ്മുടെ എൻട്രിയുടെ SSC RRB ചാനൽ ആരെങ്കിലും ഇനി ഫോളോ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ ന്യൂസസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫുള്ളി അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങളോടൊപ്പം എൻട്രി ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ഇൻഫർമേഷനായിട്ട് കാണാം, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ ബൈ.